റാസി വിഷൻസ്, ദി ഗൈഡ് ഓഫ് മദ്രസ സ്റ്റുഡൻസ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ഈ വീഡിയോയിൽ 5ാം ക്ലാസ്സിലെ അഖീദ ഒന്നാമത്തെ പാഠത്തിൻ്റെ വർക്കുകളാണ് നോക്കുന്നത്. ഇവിടെ ഒന്നാമത്തെ ആക്ടിവിറ്റി കണ്ടെത്താം. 3 ചോദ്യമാണുള്ളത്. ഒന്നാമത്തെ ചോദ്യം, അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിൻ്റെ ഒരു ഉദാഹരണം. അത് പുസ്തകത്തിൽ തുടക്കത്തിൽ തന്നെ പറയുന്നത് നമുക്കത് എഴുതി വെക്കാം. അത് അങ്ങനെ ഇഷ്ടം പോലെ ഉണ്ട്. പുസ്തകത്തിൽ തന്നെ കുറച്ച് പറയുന്നുണ്ട്. അതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് അല്ലെങ്കിൽ ആദ്യം പറയുന്നത് ഏതാണ്? ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ. ആകാശലോകത്ത് മിന്നിത്തിളങ്ങുന്ന നക്ഷത്രങ്ങൾ തുടക്കത്തിൽ തന്നെ പറയുന്നുണ്ടല്ലോ. ഇനി രണ്ടാമത്തത്, ഒന്നേ അവിടെ ചോദിച്ചിട്ടുള്ളൂ, അപ്പോൾ അതൊന്ന് എഴുതിയാൽ മതി. രണ്ടാമത്തത്, ഗോളങ്ങൾ അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ സൂക്തം. ഗോളങ്ങൾ അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഖുർആൻ സൂക്തം ഏതാണ്? അതിൻ്റെ ഉത്തരം അവിടെ എഴുതുന്നു നമ്മുടെ പുസ്തകത്തിൽ. പിന്നെ രണ്ടാമത്തെ പാരഗ്രാഫ് അഥവാ 5ാമത്തെ വരിയിൽ പറയുന്നുണ്ട്, വകുല്ലുൻ ഫീ ഫലക്കി യസ്ബഹൂൻ. ഇനി മൂന്നാമത്തത് എന്താ ചോദ്യം? ആ സൂക്തത്തിൻ്റെ നമ്പർ അഥവാ തൊട്ടുമ്പ് പറഞ്ഞല്ലോ ഗോളങ്ങൾ അതിൻ്റെ ഭ്രമണപഥത്തിൽ സഞ്ചരിക്കുന്നു എന്ന് സൂചിപ്പിക്കുന്ന ഒരു ഖുർആൻ സൂക്തം. അതിൻ്റെ നമ്പർ, അധ്യായത്തിൻ്റെ പേര്. അധ്യായം എന്ന് പറഞ്ഞത് ഏത് സൂറത്തിലാണ് അതൊക്കെ പുസ്തകത്തിൽ കൊടുത്തിട്ടുണ്ട്. സൂറത്ത് യാസീൻ 40ാമത്തെ സൂക്തമാണ്, 40ാമത്തെ ആയത്താണ്. രണ്ടാമത്തെ വർക്ക്, ശരിയും തെറ്റും വേർതിരിക്കാം. ഇവിടെ ഒന്നാമത്തെ ആർഗ്യുമെൻ്റ് നോക്കാം. ഒരേ വളവും നൽകപ്പെടുന്ന ചെടികളിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടരുന്നു. ഇത് അള്ളാഹുവിൻ്റെ കഴിവിലേക്ക് വിരൽ ചൂണ്ടുന്നു. അല്ലേ? ഒരേ വളവും നൽകപ്പെടുന്ന ചെടികളിൽ വ്യത്യസ്ത വർണ്ണങ്ങളിലുള്ള പൂക്കൾ വിടരുന്നു. ശരിക്ക് നിയമമനുസരിച്ചും കണ്ട് ഒരേ വളം നൽകിയാൽ എല്ലാത്തിലും ഒരേ കളറുള്ള പൂവാണ് വിരിയേണ്ടത്. പക്ഷെ ഇവിടെ വ്യത്യസ്ത നിറങ്ങളിലുള്ള പൂക്കൾ വിരിയുന്നു. ഇത് അള്ളാഹുവിൻ്റെ കഴിവല്ലേ? അപ്പം അത് ശരിയാണ്. ഇനി രണ്ടാമത്തെ എന്താ? മനുഷ്യരായ നാം ഓക്സിജൻ ശ്വസിക്കുകയും കാർബൺ ഡൈ ഓക്സൈഡ് പുറത്തേക്ക് വിടുകയും ചെയ്യുമ്പോൾ വൃക്ഷങ്ങൾ കാർബൺ ഡൈ ഓക്സൈഡ് ശ്വസിക്കുകയും ഓക്സിജൻ പുറത്തേക്ക് വിടുകയും ചെയ്യുന്നു. അള്ളാഹുവിൻ്റെ മികച്ച ആസൂത്രണങ്ങളിൽ ഒന്നാണിത്. അതും ശരിയാണ്, വളരെ ശരിയായ കാര്യമാണ്. ഇനി മൂന്നാമത്തത്, ബെൻസ് കാർ ഒരിക്കലും അപകടത്തിൽപ്പെടില്ല. ശരിയാണോ? അങ്ങനെയൊന്നുമില്ല. ബെൻസ് കാറൊക്കെ ഇഷ്ടംപോലെ അപകടത്തിൽപ്പെടാം. അപ്പോൾ അത് തെറ്റാണ്. ബെൻസല്ല, അതിനപ്പുറമുള്ളതും ചിലപ്പോൾ അപകടത്തിൽപ്പെടാം. അപ്പോൾ അത് തെറ്റാണ്. ഇനി മൂന്നാമത്തത്, ആശയം എഴുതാം. ആശയം എന്നത് അർത്ഥം എഴുതാനാണ്. 1, സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. ഇതിൻ്റെ അർത്ഥം അവസാനം അഥവാ 4ാമത്തെ പേജിൽ ലാസ്റ്റ് അത് പറയുന്നു. നിസ്കാരത്തിലെ സുജൂദിൽ നാം ചൊല്ലുന്ന ദിക്ർ എത്ര അർത്ഥവത്താണ് എന്ന് പറഞ്ഞിട്ടതാ സുബ്ഹാന റബ്ബിയൽ അഅല വബിഹംദിഹി. എന്നിട്ട് അതിൻ്റെ അർത്ഥം പറയുന്നത് അത്യുന്നതനായ എൻ്റെ നാഥനെ ഞാൻ പരിശുദ്ധനാക്കുന്നു. ഫുള്ളായിട്ട് നിങ്ങൾ എഴുതുക. ഞാൻ പരിശുദ്ധനാക്കുന്നു, അവനെ ഞാൻ സ്തുതിക്കുകയും ചെയ്യുന്നു എന്ന് വരെയാണ് അതിൻ്റെ അർത്ഥം എഴുതാനുള്ളത്. ഇവിടെ സമയവും സ്ഥലവും ഇല്ലാത്തത് കൊണ്ടാണ്, എഴുതാൻ ബുദ്ധിമുട്ടുണ്ടായത് കൊണ്ടാണ് മുഴുവനായിട്ട് എഴുതാത്തത്. നിങ്ങളത് കംപ്ലീറ്റ് ചെയ്ത. ഇനി രണ്ടാമത്തത്, വകുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. വകുല്ലും ഫീ ഫലക്കിൻ യസ്ബഹൂൻ. അതിൻ്റെ ആശയമൊക്കെ നമ്മൾ നേരത്തെ പറഞ്ഞതാണ്. അത് പിന്നെ 5ാമത്തെ വരി 6ാമത്തെ വരിയിലാണ് ആശയം.
ആ ആയത്ത് 5-ാമത്തെ വരിയിലുണ്ട്. എന്താണ്? എല്ലാ ഗോളങ്ങളും അതിൻ്റെ എല്ലാ ഗോളങ്ങളും മുഴുവനായിട്ട് ഞാൻ എഴുതുന്നില്ല. അതിൻ്റെ ഭ്രമണപഥത്തിൽ നീന്തിക്കൊണ്ടിരിക്കുന്നു എന്നത് വരെ എഴുതണം. നീന്തിക്കൊണ്ടിരിക്കുന്നു. ഇനി 4-ാമത്തെ എന്താ? അള്ളാഹുവിൻ്റെ സൃഷ്ടി വൈഭവത്തിലേക്ക് വിരൽ ചൂണ്ടുന്ന എന്തെല്ലാം കാര്യങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. ഇതിൽ ഒരെണ്ണം പാഠഭാഗത്ത് പരാമർശിച്ചിട്ടുണ്ട്. ചർച്ച ചെയ്ത് കൂടുതൽ എണ്ണം കണ്ടെത്താം. ഇവിടെ ഒരെണ്ണം പുസ്തകത്തിൽ പറഞ്ഞത് ഏതാണ്? അത് 4-ാമത്തെ പേജിലെ തുടക്കത്തിൽ. അതാ, നാം ജനിക്കുമ്പോൾ നമ്മുടെ വായിൽ പല്ലുകളില്ല, പിന്നീട് അത് മുളക്കുന്നു, നിശ്ചിത വലിപ്പമായാൽ വളർച്ച നിൽക്കുന്നു. അങ്ങനെ പറയുന്നുണ്ടല്ലോ. അത് നമ്മുടെ ശരീരത്തിൽ അള്ളാഹു നിശ്ചയിച്ച ഒരു സംവിധാനമാണ്. അപ്പോൾ പല്ലിനെ കുറിച്ചാണ് അവിടെ പറയുന്നത് അല്ലേ. ഇനി അതല്ലാതെ ഇഷ്ടംപോലെ അവയവങ്ങൾ, വളരെ അത്ഭുതകരമായ രീതിയിൽ പ്രവർത്തിക്കുന്ന ഇഷ്ടംപോലെ അവയവങ്ങൾ നമ്മുടെ ശരീരത്തിലുണ്ട്. 1-2 ഇവിടെ എഴുതാം. ഹൃദയം, പിന്നെ തലച്ചോറ്, പിന്നെ കണ്ണ്, അങ്ങനെ ഇഷ്ടംപോലെ അവയവങ്ങൾ. ഈ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. ഇതുപോലെയുള്ള വീഡിയോകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടി ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. സ്ക്രീനിൽ കാണിക്കുന്ന QR കോഡ് സ്കാൻ ചെയ്ത് നിങ്ങളെ ക്ലാസ്സിൽ ജോയിൻ ചെയ്യുകയാണെങ്കിൽ വീഡിയോകൾ യഥാസമയം തടസ്സമില്ലാതെ നിങ്ങൾക്ക് ലഭിക്കും. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.